അപ്പോൾ കുട്ടികളെ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രകഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ അറിയാലോ അല്ലേ? ഒരു ഖുഷി എന്ന് പേരുള്ള ഒരു കുട്ടിയും മഞ്ഞ കളറിലുള്ള ഒരു ബോളും അല്ലേ? മഞ്ഞ കളർ ഹിന്ദിയിൽ എന്താ പറയാ? മഞ്ഞ കളറിന് പീലാന്ന്. പീല കളറിലുള്ള ഒരു ബോൾ അല്ലേ? പീല രംഗക്ക് ഏക്ക് ബോൾ. ആ ബോളിന് എന്തൊക്കെയാണ് സഹിക്കേണ്ടി വന്നത് അതെല്ലാം ഈ കഥയിൽ പറയുന്നുണ്ട് അല്ലേ? ആ ചിത്രത്തിലൂടെ നിങ്ങൾ ആ കഥ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്നാ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ? അതിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി രംഗ് ഭരേം ഓർ ലിഖേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് നിറങ്ങൾ നൽകിയിട്ട് അതെന്തൊക്കെയാണെന്ന് അവിടെ എഴുതാനാണ് പറയുന്നത് അല്ലേ? അപ്പൊ അവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഒരാൾ നമുക്കറിയാം, മരം അല്ലേ? പേടല്ലേ? അപ്പൊ യഹ് പേട് ഹേ എന്ന് എഴുതാൻ നമുക്കറിയാലോ അല്ലെ? അതേപോലെ മീനിന് ഹിന്ദിയിൽ എന്താ പറയുന്നേ? മച്ഛലി. അപ്പൊ അത് യഹ് മച്ഛലി ഹേ. പിന്നെ അടുത്തത് നമുക്ക് അവിടെ ക്രാബിനെയാണ് കൊടുത്തിട്ടുള്ളത്, ഞണ്ടിനെയാണ് കൊടുത്തിട്ടുള്ളത്. ഞണ്ടിന് കേക്കടി എന്ന് പറയും. അപ്പം യഹ് കേക്കടി ഹേ. അങ്ങനെ ചിത്രം വരച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അത്. അപ്പൊ ഒന്നാമത്തത് യഹ് മച്ഛലി ഹേ. അങ്ങനെ തന്നെ എഴുതണം, യഹ് എന്ന് പറഞ്ഞ് തന്നെ എഴുതണം കേട്ടോ. മച്ഛലി എന്ന് പറഞ്ഞാൽ മീൻ. പിന്നെ അടുത്തത് ദൂസറാണ് യഹ് കേക്കടി ഹേ. കേക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബ്. യഹ് പേട് ഹേ. പേട് എന്ന് പറഞ്ഞാൽ മരം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഖുഷിയും അതേപോലെ പീലെ രംഗക്ക് ബോളും കൂടെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു എന്നാണ് നമുക്ക് ചിത്രകഥയിൽ കാണാൻ കഴിഞ്ഞ്. അതിലൂടെയൊക്കെ സഞ്ചരിച്ച് അവരെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അവരെ അത് വരച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കാൻ. പിന്നെ താഴെ ഒരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ലിഖേം എന്നാണ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഖുഷി ഓർ ബോൾ കഹാ ജാ രഹേ ഹേ. ഖുഷിയും ബോളും കൂടി എങ്ങോട്ടാ പോകുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് അവർ പോകുന്നത്? അവസാനം കൊടുത്തിട്ടുള്ളത് ഘറാണ് അല്ലേ? അപ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നത്? ഘർ ജാ രഹേ ഹേ. ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം. നിറങ്ങൾ കൊടുക്കാനാണ് പറയുന്നത്. പട്ടിക അവിടെ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നിറം കൊടുക്കാനാണ് പറയുന്നത്. ജീവികളുടെ പേരും തന്നിട്ടുണ്ട് അല്ലേ? പുതിയ നിറങ്ങൾ 2 നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതുണ്ട്. പീലാരംഗ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതല്ലേ? അതുപോലെ ഭൂര ബ്രൗൺ കളറും നമ്മളിവിടെ പുതുതായിട്ട് പഠിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ എന്താണ്? ചിത്ര ദേഖേം ലിഖേം. ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതാ ഒരു കുരങ്ങച്ചാറ് മരക്കൊമ്പിലൊക്കെ തൂങ്ങി, ഒരു കുഞ്ഞു കൊറ്റിയുണ്ട്, കുളത്തിൽ മീനുകൾ ചാടിക്കളിക്കുന്നുണ്ട്, ഒരു മരക്കുറ്റിയിൽ ഒരു തവള ഇരിക്കുന്നുണ്ട് അല്ലേ? ഇവർക്കൊക്കെ ഹിന്ദിയിൽ എന്താ പറയാന്നറിയോ? അതിനനുസരിച്ച് വേണം നമുക്കിത് എഴുതാൻ. ഹിന്ദിയിൽ വേണം ഇവരുടെ പേരൊക്കെ എഴുതാൻ. ആദ്യം തന്നെ അവിടെ യഹ് ക്യാ ഹേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ക്യാ എന്ന് ചോദിച്ചാൽ എന്തെന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താണ് ഇത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കുളം കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതിനൊന്ന് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. യഹ് താലാബ് ഹേ. ഇത് കുളമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി യഹ് കോൻ ഹേ. കോൻ എന്ന് ചോദിച്ചാൽ ആര്? ഇത് ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പേരുണ്ട് അല്ലേ? അവരെയൊക്കെ കുറിച്ച് എഴുതാലോ. ഒരാളാരാണ്? യഹ് ബന്ദർ ഹേ. ബന്ദർ എന്ന് പറഞ്ഞാൽ മങ്കി. യഹ് ബന്ദർ ഹേ എന്ന് പറഞ്ഞാൽ ഇത് കുരങ്ങനാണ്. അതുപോലെ യഹ് മേണ്ടക് ഹേ, ഇത് തവളയാണ്. യഹ് മച്ഛലി ഹേ, ഇത് മീനാണ് അല്ലേ? മീന്, കുരങ്ങന്, തവള ഒക്കെ ഇല്ലേ? അതേപോലെ വേറൊരാളും കൂടെ ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. തന്ന ഭാഗം എഴുതിയെന്നുള്ളൂ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇത് നല്ല എളുപ്പമാണല്ലോ. നമ്മൾ എണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ ഹിന്ദിയിൽ അല്ലേ? ആ എണ്ണത്തിനനുസരിച്ചിട്ട് എത്ര എണ്ണമാണ് കണക്കാക്കി എഴുതാനാണ് പറയുന്നത്. 1 2 3 4 5 എന്നുള്ള രീതിക്ക്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതൊന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ആ കള്ളികളിൽ, കുഞ്ഞു കുഞ്ഞു കള്ളികളിൽ തന്നിട്ടുള്ള ആ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ആ ബോക്സിലുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. പെഹചാനേം ഖംബാബരേം. പട്ടിക മനസ്സിലാക്കിക്കൊണ്ട് പട്ടിക നിറയ്ക്കാനാണ് പറയുന്നത്. അപ്പം അതിനുദാഹരണമായിട്ട് അവിടെ ച എന്നുള്ള അക്ഷരം തന്നിട്ട് ചിടിയ എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ കാ തന്നിട്ടുണ്ട്. അപ്പോൾ കായ്ക്ക് കറക്റ്റായിട്ടുള്ള വാക്ക് ഏതാണ്? കാ ഫസ്റ്റ് വരുന്ന വാക്ക് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതാനുള്ളത്. അത് കലിയാമാണ്. അതേപോലെ താ, രാ, സാ, പ, ഘ, അതേപോലെ ഘ, അതേപോലെ ധ, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ആ ബോക്സിൽ ബ്ലൂ ബോക്സിലുള്ള അക്ഷരങ്ങൾ നോക്കിയിട്ട് എഴുതാനുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഫസ്റ്റ് അക്ഷരങ്ങൾ ഒരേ ഇതുപോലെ വരുന്നത് ബോക്സിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. അതും നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.